ഈ അരിക്കൊമ്പനും കുങ്കിയാനകളും മറ്റും വാർത്തകളിൽ നിറഞ്ഞതോടെ ഈ സന്ദർശകരുടെ ഈ ആനക്കാഴ്ചകളൊക്കെ കാണാനുള്ള സന്ദർശകരുടെ എണ്ണം ചിന്നക്കനാലിൽ കൂടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. കൗതുകം എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പേര് അരിക്കൊമ്പനെ കാണാനായിട്ട് അങ്ങോട്ട് എത്തും. ഈ കുങ്കിയാനകളും അവിടെ ഉണ്ടല്ലോ, കുങ്കിയാനകളുടെ സാന്നിധ്യം കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ കുങ്കിയാനകളുടെ താവളത്തിന് സമീപം എപ്പോഴും സഞ്ചാരികൾ ഉണ്ടാകും. ഈ അരിക്കൊമ്പനെ കാണാൻ സഞ്ചാരികൾ പുൽമേടുകൾക്ക് സമീപം നിൽക്കുന്നതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കാരണം ഇവൻ എപ്പോഴാണ് ഇറങ്ങി വരിക എന്നുള്ള അറിയില്ല. അപ്പൊ ഇപ്പൊ വനപാലകർക്ക് ഇവരെ കൂടി നോക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ വിമർശനം കൂടി ഉണ്ട് ഈ വാർത്തയിൽ. കാരണം സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകാനോ അവരെ നിയന്ത്രിക്കാനോ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കുങ്കിയാനകളിൽ കോന്നി സുരേന്ദ്രനാണ് താരം. കുഞ്ചുവിനും വിക്രമനും സൂര്യനും ആരാധകർ ഉണ്ട്. അനുസരണയോടെ ആനത്താവളത്തിൽ നിൽക്കുന്ന ഗജകേസരികളുടെ ചന്തം കാണാൻ നിരവധി പേരാണ് ചിന്നക്കനാലിൽ എത്തുന്നത്. ടെലിവിഷൻ വാർത്തകളിൽ മാത്രം കണ്ടിരുന്ന അരിക്കൊമ്പനെ ഒരു തവണയെങ്കിലും കാണാൻ മോഹിച്ചാണ് സഞ്ചാരികൾ എത്തുന്നത്. കാട്ടാനക്കൂട്ടം പതിവായി എത്തുന്ന പുൽമേടകൾക്ക് സമീപം മണിക്കൂറുകളോളം ഇവർ കാത്തു നിൽക്കാറുണ്ട്. ഒറ്റയാന്മാരുടെ ആക്രമണ സ്വഭാവം സഞ്ചാരികൾക്ക് പരിചിതമല്ല. സഞ്ചാരികൾക്ക് അവബോധം നൽകാൻ ഇവിടെ സംവിധാനവുമില്ല. വാഹനം ഓടിക്കുന്നതിനിടെ പെട്ടെന്ന് കാട്ടാനയെ കണ്ട് അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അതേസമയം ആനയെ കാടുമാറ്റുന്ന ദൗത്യം വൈകുന്നതിൽ മേഖലയിൽ പ്രതിഷേധം തുടരുകയാണ്. ഉത്തരവ് ഇതുവരെ നടപ്പാക്കുവാനായിട്ട് വനപാലകർക്ക് സാധിച്ചിട്ടില്ല. അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കോടതി വിധി വൈകിപ്പിക്കുകയാണ്. ഇതിനെ പിടിക്കാതിരിക്കുവാനുള്ള വനവകുപ്പിൻ്റെ ഗൂഢ ലക്ഷ്യമാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ 301 സിംഹകണ്ഠം പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലയിലും ഇറങ്ങി അത് നാശം വിതയ്ക്കുകയും വീടുകൾ തകർക്കുകയും ചെയ്തു. അനാവശ്യ കാരണങ്ങൾ മൂലം ദൗത്യം വൈകിപ്പിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 ചിന്നക്കനാൽ.